ജീവിതം പോലെ നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പോയിട്ട് വരട്ടെ അമ്മേ, ടാറ്റാ. പോയിട്ട് വരാം, വിളിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ ചേട്ടനും സ്വാതി ചേച്ചിയും അപ്പു ചേട്ടനും ഞങ്ങൾ 4 ആളും കൂടി മൂന്നാർക്കൊരു ട്രിപ്പ് പോവുകയാണ്. വെളുപ്പിനെ എണീറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് അലാറമൊക്കെ വെച്ച് 4 മണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് 4 മണിക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങളുടെ പോക്ക് 5 മണിയായി. 5 മണിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പകുതി എത്തിയപ്പോഴേക്കും ചായ കുടിക്കാം, അതായത് നേരെ ഒന്ന് കുറച്ച് വെളുത്തപ്പോഴേക്കും ചായ കുടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ ട്രാവലിങ്ങിലാണ്. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങളുടെ മൂന്നാറിലോട്ടുള്ള യാത്ര തുടരുകയാണ്. പോകുന്തോറും കോടമഞ്ഞ് കാണുമ്പോൾ നമ്മുടെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മൂന്നാറിലേക്ക് പോകുന്നത്. മൂന്നാറിൻ്റെ കവാടമായ നേര്യമംഗലം പാലം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ചില്ല് ചെയ്ത് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ചുരങ്ങളൊക്കെ കയറി മൂന്നാറിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചീയപ്പാറ വാട്ടർഫോൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മഴ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പോണ വഴിയിലും മഴ കുറച്ചൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ മഴ കിട്ടരുത് എന്നാഗ്രഹിച്ച സ്ഥലത്ത് മഴ കിട്ടണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് മഴ കിട്ടിയില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തി. ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസും മാക്സിമം കുറച്ച് ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നതും അവരെ കളിയൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം മൂന്നാർ എന്നുള്ളതായിരുന്നു. മൂന്നാർ, വട്ടവട, അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പൊറോട്ടയും മസാല ദോശയൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ പൊറോട്ട കഴിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മസാല ദോശയാണ് വാങ്ങിയത്. അവരൊക്കെ പൊറോട്ടയും വാങ്ങിയായിരുന്നു. അങ്ങനെ പൊറോട്ടയും മസാല ദോശയും അവരൊക്കെ മേടിച്ചതൊക്കെ കഴിച്ചകത്താക്കിയിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളെത്തും തോറും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈം ഞാൻ മൂന്നാറിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മൂന്നാർ എന്തോ വലിയ സംഭവമാണ്, മൂന്നാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. ഓരോ സ്ഥലമെത്തുമ്പോഴും എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനപ്പുറം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പോകുന്ന വഴി ഒരു സ്ഥലത്തും ഇറങ്ങാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴ ഭയങ്കരമായിട്ട് ഷോക്കാക്കി. ഞങ്ങൾ മൂന്നാറിലോട്ട് എത്തുന്ന ടൈമിൽ മഴ കിട്ടി. അതിക്ക് മുന്നേ പോലും മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതായത് കുറച്ചൊക്കെ മഴ ഞങ്ങൾ കൊണ്ട് നനഞ്ഞ് നടന്നു കേട്ടോ. മൂന്നാറിൽ മൊത്തം കാറിൽ തന്നെ സ്പെൻഡ് ചെയ്തൊന്നുമില്ല. മൂന്നാറിൻ്റെ ടൗൺ എത്താനതിന് മുന്നേ ആയിട്ട് തന്നെ ബ്ലോക്കൊക്കെ കിട്ടി തുടങ്ങി. അപ്പുറം തേയിലത്തോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും മൂന്നാറിൻ്റെ ഒരു ബ്യൂട്ടിയിലോട്ട് ഞാൻ വന്നു തുടങ്ങി. എനിക്ക് ഫസ്റ്റ് ടൈം ഈ ഒരു പോർഷൻ കണ്ടപ്പോഴേക്കും ഇതാണ് മൂന്നാറെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇത് മൂന്നാറിൻ്റെ അടുത്തൊന്നും അല്ലായിരുന്നു. ഇതും കഴിഞ്ഞ് കുറച്ചും കൂടി കയറിയാലേ മൂന്നാർ എത്തത്തുള്ളായിരുന്നു. വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനവിടെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ സ്വാതി ചേച്ചി എടുത്ത ഒരു ക്ലിപ്പാണിത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുമായിരുന്നു. എൻ്റെ ലൈഫിൽ ആ ഒരു 2 ദിവസം ഞാൻ ശരിക്കും ടോട്ടലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാറിലോട്ട് പോകുമ്പോൾ കാണുന്ന മാട്ടുപ്പെട്ടി ഡാമാണ് നമ്മളീ കാണുന്നത്. വെള്ളം കുറവായിരുന്നു കേട്ടോ ഡാമിൽ. തീരെ വെള്ളമില്ല എന്നല്ല, ചെറിയ രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്കൊന്നും മഴ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയ രീതിക്ക് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കോടയും ഇറങ്ങുന്നുണ്ടായിരുന്നു. മഴ സമയത്തും കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ.
പശുക്കളെയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് വീണ്ടും ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി, മല കയറാൻ തുടങ്ങി. മുന്നോട്ട് പോകും തോറും നമ്മുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. രണ്ട് സൈഡിലും പച്ച വിരിച്ച് കിടക്കുമായിരുന്നു കേട്ടോ, പച്ച പുൽമേടായിരുന്നു. അതും ചെറിയ മഴയും ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ആ ഒരു ബ്യൂട്ടി ശരിക്കും അടിപൊളിയായിരുന്നു. ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സ്ഥലത്തുമ്പോഴേക്കും രണ്ട് സൈഡിലും മരങ്ങളുണ്ടാകും. ഈ മരത്തിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഈ ഒരു മരം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. രണ്ട് സൈഡിൽ ഈ മരം വരുമ്പോൾ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, ശരിക്കും അടിപൊളിയാണ്. ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് അവിടെ കുറേ നേരം നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന്. മൂന്നാറിലേക്ക് പോകുന്ന വഴിയുള്ള രണ്ടാമത്തെ ഡാമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഈ ഡാമിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഓർമ്മയിൽ കിട്ടുന്നില്ല, മറന്നുപോയി. പേര് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഡാമിൽ ഇത്രയും വെള്ളമില്ലാതെ കാണുന്നത് ഫസ്റ്റ് ടൈം ആണെന്നാണ് അപ്പച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ആളിതിക്ക് മുന്നേ വരുമ്പോഴൊക്കെ നല്ല രീതിക്ക് വെള്ളം ഉണ്ടെന്നാണ് എൻ്റെ ചേട്ടനും അപ്പച്ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇതാണ് മൂന്നാറിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുമല്ല മൂന്നാറിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയും മുന്നോട്ട് കുറച്ചുകൂടി പോകാനുണ്ട്. ആറ് മുകളിലോട്ട് കയറുന്തോറും ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിഡേ ആയതുകൊണ്ട് തിരക്കായിരിക്കും എന്നാ. ബട്ട് അങ്ങനെയല്ലായിരുന്നു. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നത് കൊണ്ടാണ്, ആ ഒരു വളവിൻ്റെ അടുത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇതാണ് ആക്സിഡൻറ്റിൽ പെട്ട വണ്ടി. ടോട്ടലി ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ദൈവം സഹായിച്ച ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും പറ്റിയില്ല. ബട്ട് വണ്ടി ഫുൾ ടോട്ടലി പോയിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സായിട്ടാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബസ്സിന് അധികം പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല, സ്ക്രാച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറാണ് ടോട്ടലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്, യാത്ര മുന്നോട്ട്. മൂന്നാറിൻ്റെ എല്ലാ വീഡിയോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ല ലെങ്തി വീഡിയോ ആയി പോകും, ലോങ് വ്ളോഗായി പോകും. അതുകൊണ്ട് ഞാൻ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.